ഇപ്പൊ തന്നെ കല്യാണം കഴിക്കാം. പോവാം നമുക്ക്. എന്താ രാഹുൽ, എന്ത് പറ്റി നിനക്ക്? എല്ലാം കഴിഞ്ഞ സ്ഥിതിക്ക് കല്യാണത്തിന്റെ ആവശ്യം എന്തോ? കല്യാണം കഴിക്കാന്ന് പറഞ്ഞല്ലേ എല്ലാം കവർന്നെടുത്ത്. അതിന്റെ കാരണം നീ തന്നെയല്ലേ സരോ? നിന്റെ ഈ മുടിഞ്ഞ ഗ്ലാമറല്ലേ കാരണം എല്ലാത്തിനും. എത്ര കവർന്നാലും ആർത്തി അങ്ങോട്ട് തീരണ്ടേ. ബട്ട് കല്യാണമൊന്നും എന്നെ കൊണ്ട് പറ്റില്ല. കാര്യം എന്താന്ന് വെച്ചാ എന്റെ കല്യാണം ഫിക്സായി. അതായത് ഒന്ന് ചോദിക്കട്ടെ, ഈ കല്യാണം കഴിക്കുന്നതിൽ എന്ത് ഇൻട്രസ്റ്റാ ഉള്ളത് പറ. നോക്ക് സരോ, നിനക്കിനി കല്യാണം കഴിക്കണമെന്നുണ്ടെങ്കിൽ നിനക്ക് ആരെ വേണേലും കെട്ടാം. എന്നാൽ കല്യാണം കഴിഞ്ഞാലും നമ്മുടെ ഈ ബന്ധം തുടരണം. എനിക്ക് ഒരുപാട് എൻജോയ് ചെയ്യണം. ഇനി ചാകുന്നത് വരെ നിന്നെ സന്തോഷിപ്പിക്കും. ഓക്കെ? പിന്നെ ഈ കല്യാണം, വീട്, കുട്ടികളൊക്കെ ഒരിക്കലും നടക്കില്ല. ഇനി പറയരുത്. ഏയ് സരോ, അറിയോ? ഓക്കെ? എന്തുപറ്റി? യെസ്, യു ആർ റൈറ്റ്. ഇപ്പൊ നീ നിന്റെ വീട്ടിൽ ചെന്ന് ഈ പാവം പെണ്ണിനെ കല്യാണം കഴിക്കാൻ പോവെന്ന് പറയുമ്പോ ഒരിക്കലും അവർ സമ്മതിക്കില്ലായിരിക്കും. അത് മാത്രമല്ല, ഇനി നമുക്ക് കുട്ടികൾ ഉണ്ടാവുമെന്നും പറയാൻ കഴിയില്ല. ഞാനിപ്പോ എനിക്ക് കഴിയുന്ന രീതിയിൽ സമൂഹ സേവനം ചെയ്യാൻ പോവാം. ബട്ട് രാഹുൽ, പ്ലീസ്, നീ എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാവുമെന്ന് ഒരു സത്യം മാത്രം ചെയ്തു തന്നാ മതി. പ്ലീസ്, നീ അല്ലാതെ എനിക്ക് വേറെ ആരുമില്ല രാഹുൽ. I know. നീ ഇനി വേണ്ടെന്ന് പറഞ്ഞാലും ഞാൻ കൂടെ ഉണ്ടാവും. ഓക്കെ അല്ലേ? അതുകൊണ്ട് ഇന്നത്തെ രാത്രി എവിടേക്കാണ് പോകേണ്ടത്? ഷാൽ വി ഗോ ടു ഓസൂർ? That's my girl.